ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. ഇന്ന് നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടൊരു ഡെക്കോർ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലെ സ്റ്റിക്കേഴ്സ് എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബ്ലേഡ് വെച്ച് അതിൻ്റെ പശ ഇതേപോലെ ചിരണ്ടിക്കളയാം. ഇനി ഇതേപോലെ ഒരു തെർമോക്കോൾ എടുത്ത് ബോട്ടിലിൻ്റെ വട്ടത്തിൽ നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത തെർമോക്കോളിനെ നമ്മൾ ക്യാപ്പ് ഭാഗത്ത് ഇതേപോലെയാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യം 2 കമ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഗ്രീൻ കളർ പേപ്പേഴ്സ് എടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ഇലയും സെറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് നമ്മളിതിനെ ഒരു ഫ്ലവർ സ്റ്റെം ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെക്കോറാണത്. അപ്പോൾ ഇതിന് ഈ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഏത് ബോട്ടിലാണോ അവൈലബിൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത കമ്പി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അപ്പുറം ഇവരെ 2 ഇല കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഇലയും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെയാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇലയൊക്കെ വെട്ടി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു നീണ്ട ഇലയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഇലയും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റിബൺ ഫ്ലവറാണ്. അതുണ്ടാക്കുന്ന ഒരു ഷോട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർക്ക് ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റിബൺ ഫ്ലവറാണ്. ഞാനിവിടെ ഇതിലേക്ക് 4 റിബൺ ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ 4 എണ്ണത്തിനെയും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മിഡിലായിട്ട് സ്റ്റെം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് മെല്ലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തെർമോക്കോളിൻ്റെ ആ റൗണ്ട് പീസിലേക്കൊന്ന് കുത്തിയിറക്കി വെക്കാം. ഇനി നമുക്ക് ആവശ്യം തെർമോക്കോൾ ബോൾസോ അല്ലെങ്കിൽ മുത്തോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുത്താണ്. മുത്ത് ഇതേപോലെ ബോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പ് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വെൽവെറ്റ് റിബൺ ഉപയോഗിച്ച് ക്യാപ്പിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഡബിൾ സൈഡ് ടേപ്പാണ്. റിബണിന് പകരം നമുക്ക് മറ്റ് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ ഈ ഡെക്കോർ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അടുത്ത ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഫ്ലവർ തീമിലുള്ള ഈ ഡെക്കോർ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക്. ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ടാഗ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് നമുക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റും. ഫ്ലവർ തീമിന് പകരം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തീം ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.